നമ്മൾ ഈ കാണുന്നത് 700 വർഷത്തിലധികം പഴക്കമുള്ള ഒരു അറാക്ക് മരം, അതായത് മിസ്വാക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന അതിൻ്റെ ഒരു കൊമ്പ് കുഴിച്ചിട്ടിട്ട് മുളച്ച ഒരു മരമാണ്. ഇത് സൂഫി ചരിത്രങ്ങളുമായി ബന്ധപ്പെട്ടതുമാണ്. ഇത് ഒരു ദർഗയിലാണ് സ്ഥിതി ചെയ്യുന്നത്, പനഗോണ്ട ദർഗ. അപ്പോൾ ഇവിടേക്ക് നിങ്ങൾക്ക് എത്താനുള്ളൊരു മാർഗം നമ്മൾ പറഞ്ഞു തരാം. ഞാനിപ്പോൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലാണുള്ളത്. ഇവിടെ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്ത് ടോക്കൺ വാങ്ങുക. ഓക്കെ, ഇവിടെ കാറും ബസ് ബൈക്കൊക്കെ എന്ത് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ടോക്കൺ വാങ്ങാൻ മറക്കരുത്. അവിടെ നിന്നും നേരെ യശന്തപുരം വണ്ടിക്ക് വൈകുന്നേരം 7:30 വണ്ടിക്ക് നമ്മൾ ഇവിടെ നിന്നും കയറി. ഞാൻ ജനറൽ ടിക്കറ്റിലാണ് കയറിയത്. 185 രൂപ ഒരാൾക്ക് ടിക്കറ്റ് വന്നു. യശന്തപുരം എന്ന് പറഞ്ഞാൽ ബാംഗ്ലൂരിലാണ്. ബാംഗ്ലൂരിൻ്റെ ഒരു റെയിൽവേ സ്റ്റേഷനിൽ പെട്ടതാണ് യശന്തപുരം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ. അതുപോലെ തന്നെ മെജസ്റ്റിക് റെയിൽവേ സ്റ്റേഷന്, മെജസ്റ്റിക്കിന് KSR എന്നുള്ള പേരിലാണ് പറയപ്പെടുന്നത്. അങ്ങനെ ഏതെങ്കിലും ഒരു റെയിൽവേ സ്റ്റേഷനിലേക്ക് നമ്മൾ കയറുക. ഞാൻ കയറിയത് കോഴിക്കോട് നിന്നും 7:30 വണ്ടിക്ക് കയറിയിട്ട് വണ്ടിയുടെ പേരും നമ്പറും ഇതൊക്കെ ഈ സ്ക്രീൻഷോട്ടിൽ ഇവിടെ ഈ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു സ്ക്രീൻഷോട്ട് എടുത്തേക്കുക. അങ്ങനെ യശന്തപുരത്ത് പോയി ഇറങ്ങി അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ മെജസ്റ്റിക്ക് നമുക്ക് ബസ് കിട്ടും. ഏത് സമയത്തും മെജസ്റ്റിക്ക് ഇങ്ങനെ പുറത്തേക്ക് ബസ് കിട്ടും. മെജസ്റ്റിക്ക് പറഞ്ഞാൽ ബാംഗ്ലൂരിൻ്റെ സിറ്റിയാണ്. അപ്പോൾ മെജസ്റ്റിക്കിലാണ് കണ്ടമാനം ബസ് സ്റ്റാൻഡുകളുള്ളത്. മെജസ്റ്റിക്കിലേക്ക് ഒരാൾക്ക് 23 റുപ്യാണ് ബസ് ടിക്കറ്റ് വരുന്നത്. അത് മെജസ്റ്റിക്കിൽ ഏതെങ്കിലും ഒരു സ്റ്റാൻഡിൽ നമ്മളെ കൊണ്ടുപോയി ഇറക്കി തരും. അവിടുന്ന് നമുക്ക് അടുത്ത ട്രെയിന് നമുക്ക് പോണത് 8:30 ഒരു ട്രെയിന് പോകുന്നുണ്ട്. അതുപോലെ തന്നെ അത് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് 1:40 വൈകുന്നേരം 6 മണിക്ക്. അപ്പോൾ ഞാൻ ഈ ട്രെയിനിൻ്റെ ടൈം ഇവിടെ മേലെ ഈ സ്ക്രീൻഷോട്ട് കാണുന്നത് നിങ്ങൾ എടുത്തു വെക്കുക. മെജസ്റ്റിക് പറഞ്ഞാൽ ബാംഗ്ലൂരിൻ്റെ സിറ്റിയാണ്. അവിടെ തവക്കൽ മസ്താനെ സിയാറത്ത് ചെയ്യേണ്ടവർക്ക് സിയാറത്ത് ചെയ്യുക. അല്ലെങ്കിൽ ബാംഗ്ലൂർക്കൊന്ന് നടന്ന് കാണുമ്പോഴത്തേന് നമ്മൾ പോകാനുള്ള ടൈമാവും. അവിടെ നിന്നും നമുക്ക് എന്ത് ചെയ്യുക, ഇനി അടുത്തത് ട്രെയിനിനും ബസ്സിനും നമുക്ക് പോകാം. ബസ്സിന് നമുക്ക് ടെർമിനൽ 3 നമുക്ക് ബസ് കിട്ടുക, 3ാമത്തെ ബസ് സ്റ്റാൻഡിന്. അതിന് 160 റുപ്യ ഒരാളോട് ടിക്കറ്റ് വാങ്ങും. നമ്മൾ രാവിലത്തെ ട്രെയിനിന് പോകാതെ ബാംഗ്ലൂരൊക്കെ നടന്ന് കറങ്ങി ഏകദേശം ഉച്ചക്കത്തെ ട്രെയിൻ 1:40 ട്രെയിനിന് ഇവിടെ വന്ന് നമ്മൾ പനഗോണ്ട റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങിപ്പം. ഇനി ഇവിടെ നിന്ന് നമുക്ക് പോകണമെങ്കിൽ നമുക്ക് ഓട്ടോ വിളിച്ച് പോവാം. ട്രെയിനിന് നമുക്ക് ടിക്കറ്റ് വരുന്നത് 35 രൂപ വരുന്നുള്ളൂ. അപ്പോൾ 160 റുപ്യ ബസ്സിന് വരും, ട്രെയിനിന് 35 റുപ്യാണ്. KSR റെയിൽവേ സ്റ്റേഷനിലാണ് നമുക്ക് ട്രെയിൻ കിട്ടിയത്. ഓക്കെ, മെജസ്റ്റിക്കിൽ. അവിടുന്ന് നമ്മൾ ഓട്ടോ വിളിച്ചു. 100 രൂപ ഓട്ടോറിക്ഷയ്ക്ക് പനഗോണ്ട ദർഗയിലേക്ക്. അതേസമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അവിടുന്ന് റെയിൽവേ സ്റ്റേഷനിൽ ഒപ്പിക്കണ വണ്ടി ഇങ്ങനെ കണ്ടമാനം വരും. 20 റുപ്യക്ക് ആ ഓട്ടോറിക്ഷ കയറിയാൽ പനഗോണ്ട സിറ്റിക്ക് വണ്ടി വരും. അവിടുന്നാണ് നടക്കാനുള്ളൂ. ഇതാണ് പനഗോണ്ട സിറ്റി. ഓക്കെ, പനഗോണ്ട പറഞ്ഞ സിറ്റി ഇതാണ്. റെയിൽവേ സ്റ്റേഷൻ ഏകദേശം ഒരു 1.5 കിലോമീറ്ററിൻ്റെ അപ്പുറത്താണ് ഈ പനഗോണ്ട സിറ്റി ഉള്ളത്. ഏകദേശം സിറ്റീന് നേരെ കാണുന്നത് തന്നെ ആ ഒരു ചെറിയ റോഡ് കാണാം. ഞാൻ ഇപ്പോൾ കാണിച്ചില്ല. ആ റോഡിന് നേരെ നടന്നാൽ പനഗോണ്ട ദർഗ കാണാം. ആ കാണുന്നൊരു മെയിൻ ഗേറ്റാണ്. അപ്പോൾ നമ്മൾ ദർഗയിലേക്ക് പോവാണ്. മെയിൻ റോഡുമേ തന്നെ ഇങ്ങനെ ഒരു ഗേറ്റ് കാണാം. അപ്പം ഇവിടെ ഇറങ്ങിയിട്ട് അത് നടന്ന് പോകണമെങ്കിൽ നമുക്ക് നടന്ന് പോവാം. അതെല്ലാം 20 റുപ്യക്ക് വന്നാൽ ഇവിടെ വരെ എത്തുള്ളൂ. ഒരു കോൾ ടാക്സി ആയിട്ട് ഇങ്ങനെ ഒപ്പിക്കുന്നുണ്ട് വണ്ടി റെയിൽവേ സ്റ്റേഷന്. അങ്ങനെ നമ്മൾ ദർഗയിലെത്തി. നമ്മൾ ദർഗയിൽ തന്നെ വണ്ടി വിളിച്ച് പോന്നു. ആദ്യം തന്നെ റേറ്റ് ചോദിക്കണം. 100 രൂപ അവർ പറഞ്ഞു ദർഗേൻ്റെ മുന്നിലേക്ക്. അങ്ങനെ ഇൻഷാ അല്ലാഹ് ഏത് സമയത്തും അവിടെ വണ്ടി കിട്ടും. നല്ല ഒരു സൈലൻ്റ് ഏരിയ, ഒരുപാട് മഹാന്മാർ വന്ന് ഇരുന്ന ഏരിയയാണ് ഈ പനഗോണ്ട ദർഗ എന്ന് പറയുകയാണെങ്കിൽ. സൂഫീസത്തിൻ്റെ മാർഗത്തിൽ ജീവിച്ച ഒരുപാട് വലിയ മഹാന്മാർ ഇവിടെ മൺമറഞ്ഞ് കിടക്കുന്നുണ്ട്. ഇവിടുത്തെ ചരിത്ര പശ്ചാത്തലം വരുന്നത് നെത്ഹർ വലിയുള്ളാഹി തങ്ങൾ പാപ്പ, അതായത് തിരുച്ചിനാപ്പള്ളിയിലുള്ള മഹാനവറുകളുടെ അരുമ ശിഷ്യന്മാരാണ് ഇവിടെ മൺമറഞ്ഞ് കിടക്കുന്നതിൽ ഭൂരിഭാഗവും. അതായത് അവിടുത്തെ ഏറ്റവും വലിയ ശിഷ്യൻ ഫക്രുദ്ദീൻ ബാവ സുഹ്റവർദി തങ്ങളുപ്പാപ്പ ജീവിതത്തിൻ്റെ വലിയ ആഡംബര സുഖങ്ങളെല്ലാം വലിച്ചെറിഞ്ഞ് സൂഫിസത്തിൻ്റെ മാർഗത്തിലേക്ക് കടന്നു വന്നു. തബലെ ആലം നെത്ഹർ വലിയുള്ളാഹി തങ്ങളുപ്പാപ്പയുടെ കൂടെയുള്ള ജീവിത മുന്നേറ്റ യാത്രയ്ക്കിടയിൽ അവിടുത്തെ വഫാത്തിൻ്റെ സമയത്ത് നെത്ഹർ വലിയുള്ളാഹി തങ്ങളുപ്പാപ്പയുടെ ശിഷ്യന്മാരായ 900ഓളം വരുന്ന ശിഷ്യന്മാരെ ബാവ തങ്ങളുപ്പാപ്പയെ ഏൽപ്പിക്കുകയാണ് ചെയ്തത്. അവരെയും കൂട്ടി പോകുന്ന സമയത്ത് നെത്ഹർ വലിയുള്ളാഹി തങ്ങളുപ്പാപ്പ ഒരു മിസ്വാക്ക്, അവിടുന്ന് ഉപ്പാപ്പ ബ്രഷ് ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന ഒരു മിസ്വാക്കിൻ്റെ കഷ്ണമെടുത്ത് ഫക്രുദ്ദീൻ തങ്ങളുപ്പാപ്പയുടെ അടുത്ത് കൊടുത്ത് പറഞ്ഞു, ഈ മിസ്വാക്കിൻ്റെ കഷ്ണം നിങ്ങൾ താമസിക്കുന്ന ഇടത്തെല്ലാം നടുകയും എവിടെ നിന്നാണോ ഇത് കിളിർത്ത് വരുന്നത് അവിടെ നിങ്ങൾ താമസിക്കുകയും നിങ്ങളുടെ മാർഗത്തിലായി നീങ്ങുകയും ചെയ്യണമെന്ന് നിർദ്ദേശിക്കുകയും അങ്ങനെ ബാവ ഫക്രുദ്ദീൻ തങ്ങളുപ്പാപ്പയുടെ യാത്ര തുടങ്ങുകയാണ് അവിടുത്തെ ശിഷ്യന്മാരുമൊത്ത്. അങ്ങനെ അവർ ഒരു ദിവസം പനഗോണ്ട എന്ന് പറയുന്ന സ്ഥലത്തെത്തുകയും പനഗോണ്ടയിൽ നിന്നും
അവിടെ അന്ന് രാത്രി അവർ അത് നടുകയും നേരം വെളുത്തപ്പോൾ അത് കിളിർത്ത് കാണുകയും ഉണ്ടായി എന്നാണ് ചരിത്രത്തിൽ പറയുന്നത്. അന്നു മുതൽ ഇവർ പെനഗോണ്ട കേന്ദ്രീകരിച്ച് ഈ സൂഫിസത്തിൻ്റെ മാർഗത്തിലൂടെ നീങ്ങുകയായിരുന്നു. അവിടുത്തെ യാത്രകളിൽ ഒരുപാട് അത്ഭുത സംഭവങ്ങളും വിഷയങ്ങളൊക്കെ ഇവിടുത്തെ ചരിത്രവുമായി പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ചരിത്ര വിശദീകരണം നമ്മൾ അടുത്ത ഭാഗത്തിൽ പറയാം. നമ്മൾ ഈ ദർഗയുടെ ബാക്ക് ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഈ മരമാണ് നമ്മളാ പറഞ്ഞ മിസ്വാക്ക്, അതായത് ആ അറാക്കിൻ്റെ കൊമ്പ് കുത്തിയത് കൊണ്ട് ഉണ്ടായ മരമാണത്. ഇവിടെ ഈ ഭൂമിയിൽ പലയിടങ്ങളിലായിട്ട് ഒരുപാട് മഹാന്മാരുടെ മസാറുകൾ നമുക്ക് കാണാൻ കഴിയും, ദർഗകൾ കാണാം. ഏതായാലും അവിടെയൊക്കെ നിങ്ങൾ സന്ദർശിക്കുക. ഇതിൻ്റെ ബാക്ക് ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു രംഗമാണ് ഈ കാണുന്ന മരം. ഈ മരം ഇന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ മിസ്വാക്ക് മരത്തിലേക്ക് ജനങ്ങളാരും പെട്ടെന്ന് അടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചുമര് കെട്ടി കണ്ടീഷൻ ചെയ്ത് അത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ കഴിയില്ല. കാരണം പല വിശ്വാസികളും അത് ദുരുപയോഗം ചെയ്യുന്നു എന്ന് മനസ്സിലാക്കി അവിടുത്തെ കമ്മിറ്റിക്കാർ അത് അതീവ സേഫ്റ്റിയിൽ നിലനിർത്തിയിരിക്കുകയാണ്. കാരണം 700 വർഷങ്ങൾ പഴക്കമുണ്ട് ഈ മരത്തിന്. അതിന് മുമ്പേ ഉപ്പാപ്പ ബ്രഷ് ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന ഒരു മിസ്വാക്കിൻ്റെ കമ്പായിരുന്നു ഇത്. അപ്പം അത്രയും പഴക്കമുള്ള ഒരു കമ്പ് കിളിർത്ത് മുളച്ചു പൊന്തി ഇത്ര വലിയ മരമായി ഇന്നും അത്ഭുതത്തിൽ ചരിത്രം ബാക്കിയാക്കി ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് നമുക്ക് നേരിട്ട് കാണാവുന്ന ഒരു അത്ഭുത സത്യമാണ്. കാരണം ഇത് തലമുറകളായിട്ട് മാറി വരുന്ന ഒരു സംഭവമാണ്. ഏതായാലും ഇൻഷാ അല്ലാഹ് ഇവിടുത്തെ സിയാറത്തുകളും ഒരുപാട് മസാറുകൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. അതൊക്കെ നമ്മൾ സന്ദർശിച്ചു. അവരിൽ നിന്നും മഹാന്മാരിൽ നിന്നൊക്കെ സന്ദർശനമൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോരാനൊരുങ്ങി. ഇവിടെ നിന്നും മെയിൻ റോഡിലേക്ക് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. ഏതായാലും ഞങ്ങൾ മക്കാമിൻ്റെ പുറത്തേക്ക് ഇറങ്ങി. ഇൻഷാ അല്ലാഹ് മക്കാമിലെ കൂടുതൽ വീഡിയോസ് നമ്മൾ കാണിച്ചിട്ടില്ല, അതിൻ്റെ ആവശ്യമില്ലല്ലോ. കാര്യമായിട്ട് ഉദ്ദേശിച്ച് വരുന്നവർക്ക് പിന്നെ സൂഫി മാർഗത്തിലൂടെ നടക്കുക എന്നുള്ളത് നമുക്കൊരു സന്തോഷമായതുകൊണ്ട് തന്നെ അതിലൂടെയാണ് നമ്മളെ യാത്ര. അപ്പോൾ അതിന് പുറത്തിറങ്ങിയപ്പം ഒരു ഉമ്മ അവിടെ നല്ല ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട്. ചെറിയ പൈസ കേട്ടോ, 5 രൂപ 10 രൂപയൊക്കെ കൊടുത്ത ദോശയും നല്ല പിന്നെ ദോശയിൽ ഓംപ്ലേറ്റൊക്കെ വെച്ചിട്ട് നല്ല സെറ്റാക്കി അവർ തരുന്നുണ്ട് ചെറിയ പൈസക്ക്. നല്ല ഒരു ഭക്ഷണം ഞങ്ങൾ കഴിച്ചു. കാരണം ഇവിടെ നിന്ന് തന്നെ ഭക്ഷണം കഴിക്കാൻ ഇനി നമുക്ക് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് നമ്മൾ പോണത്. അപ്പം ഈ ഭക്ഷണമൊക്കെ കഴിച്ച് ഇതിൻ്റെ മുന്നിൽ തന്നെ ഒരുപാട് കച്ചവടങ്ങളുണ്ട്. എവിടെ നിന്നും ഭക്ഷണം കഴിക്കുമ്പോഴും നിങ്ങൾ ഇങ്ങനത്തെ തട്ടുകടയിൽ വല്ലാതെ വില ചോദിച്ചില്ലെങ്കിലും ഹോട്ടലുകളിൽ കയറുമ്പം റേറ്റ് ചോദിക്കണം. ഓട്ടോ വിളിക്കുമ്പം റേറ്റ് ചോദിച്ച് ഉറപ്പിച്ച് പോവുക. അവിടെ നിന്ന് നേരെ മുന്നോട്ട് നടന്നു കഴിഞ്ഞാൽ മെയിൻ റോഡിലേക്ക് എത്തും. മെയിൻ റോഡിൽ നിന്നോ അല്ലെങ്കിൽ ദർഗൻ്റെ മുന്നിൽ നമുക്ക് ഡയറക്റ്റ് പിന്നെ റെയിൽവേ സ്റ്റേഷനിലേക്ക്, പെനഗോണ്ട റെയിൽവേ സ്റ്റേഷനിലേക്ക് നമുക്ക് പോവാം. തിരിഞ്ഞു നോക്കുമ്പോൾ കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ. മെയിൻ റോഡിന് ഇങ്ങോട്ട് ബാക്കോട്ട് നോക്കിയാൽ നേരെ കാണുന്നത് തന്നെ പിന്നെ മക്കാമാണ്. അപ്പം മെയിൻ റോഡിന് കുറച്ച് ദൂരെ നടക്കാനുള്ളൂ. നമ്മൾ മെയിൻ റോഡിൽ ബസ് ഇറങ്ങിയിട്ട് ഓട്ടോ ഒന്നും വിളിക്കേണ്ടേ ഇല്ല. ഓട്ടോ വിളിച്ചാൽ അവർ 40 രൂപ മിനിമം ചാർജ് വാങ്ങും. പിന്നെ നിങ്ങൾക്ക് ഇവിടെ നിന്നും അതേപോലെ തന്നെ വണ്ടി ഇങ്ങനെ ഒപ്പിക്കുന്നുണ്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക്. സമയമെടുത്ത് പോവുകയാണെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് 20 രൂപക്ക് നിങ്ങൾക്ക് പോവാം. അവിടുത്തെ ഓട്ടോയിൽ ഏകദേശം ഒരു 10-15 ആൾക്കാരൊക്കെ കൊള്ളും ചില ഓട്ടോയിൽ. കാരണം മുന്നിൽ ഡ്രൈവറെ അടുത്ത് 2 ആളും, സെൻറ്ററിൽ ഒരു 4 8 ആൾ, ബാക്കിലൊരു 8 ആൾ, അങ്ങനെയൊക്കെ 4 ആൾ ഒക്കെ വെച്ചിട്ട് അവർ പോവുക. ഏതായാലും ചെറിയ ഓട്ടോ ഉണ്ട്. ഏതായാലും 20 രൂപ വാങ്ങി അവർ ഒപ്പിച്ച് യാത്ര ചെയ്തിട്ടാണെങ്കിലും നിങ്ങൾ ഡയറക്റ്റ് ഓട്ടോ വിളിക്കുകയാണെങ്കിൽ 100 രൂപ കൊടുത്തിട്ടും റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്താം. അപ്പോൾ നമ്മളിഞ്ഞ് ഇവിടുന്ന് നേരെ പെനഗോണ്ട റെയിൽവേ സ്റ്റേഷനിലേക്കാണ് ഓട്ടോ വിളിച്ചത്. ഈ ഓട്ടോയിൽ പോയിട്ട് പെനഗോണ്ട റെയിൽവേ സ്റ്റേഷനിൽ ആകെ 5 മിനിറ്റിൻ്റെ അടുത്തുള്ള യാത്രയെ നമുക്കുള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് തിരിച്ചു പോകാനുള്ള ട്രെയിനിൻ്റെ ടൈം ഞാൻ പറഞ്ഞു തരാം ഇൻഷാ അല്ലാഹ്. എല്ലാ ദിവസവും 3:52 വൈകുന്നേരം ഒരു ട്രെയിന് നേരെ KSR പിന്നെ മെജസ്റ്റിക്കിലേക്ക് ബാംഗ്ലൂരിലേക്ക് ട്രെയിൻ വരുന്നുണ്ട്. അവിടുന്ന് അങ്ങോട്ട് നാട്ടിലേക്ക് നമുക്ക് പോവാം. അതുപോലെ തന്നെ എല്ലാ ദിവസവും പകൽ 8:05-നും 8:35-നും ഒരു ട്രെയിന് ഇവിടെ നിന്നും ബാംഗ്ലൂരിലേക്ക് പോകുന്നുണ്ട്. അതേപോലെ തന്നെ പിന്നെ നിങ്ങൾക്ക് ബസ് മാർഗം ഇവിടെ നിന്നും എപ്പോഴും 4 മണിക്കൂർ ഓട്ടമുണ്ട് ബാംഗ്ലൂരിലേക്ക്. ഏകദേശം 65 രൂപയാണ് ട്രെയിനിന് ടിക്കറ്റ് വരുന്നത്. അതുപോലെ തന്നെ ബസ്സിനാണെങ്കിൽ 165, 70, 170 രൂപ ഓരോ ബസ്സിനനുസരിച്ച് ചേഞ്ച് ആവും. അങ്ങനെയാണ് വരുന്നത്. ഏതായാലും ഇവിടെ നിന്ന് കഴിഞ്ഞാൽ യാത്രക്കൊക്കെ വളരെ എളുപ്പമാണ്. നമ്മൾ ഇവിടെ നിന്നും പിറ്റേ ദിവസമാണ്, അത് താമസിക്കാൻ അവിടെ സൗകര്യമുണ്ട്. അവിടെ സൗകര്യം എന്ന് പറഞ്ഞാൽ ദർഗയിൽ നമുക്ക് താമസിക്കാം, ഭക്ഷണമൊക്കെ കഴിച്ച് താമസിക്കാം. അങ്ങനെ താമസിക്കുന്നവർക്ക് ഒരു കുഴപ്പമില്ല. അതിനുള്ള സൗകര്യങ്ങളൊക്കെ അവിടെ ദർഗയിലുണ്ട്. ഞാൻ നേരത്തെ കാണിച്ചു തന്നിട്ട് വിശാലമായ സൗകര്യമുള്ള സ്ഥലമാണ്. അങ്ങനെ അവിടെ നിന്ന് രാവിലെയാണ് നമ്മൾ ഇറങ്ങുന്നത്. രാവിലെ 8:05-ൻ്റെ ട്രെയിൻ നമ്മൾ ഇവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷനിൽ കയറുകയാണ്. ഏകദേശം 5 മിനിറ്റ് അവിടുന്ന് ഓട്ടോ വിളിച്ച് ഇവിടേക്ക് വരാനുള്ള ദൂരമുള്ളൂ. ഇവിടെ വന്ന് നമ്മൾ ബാംഗ്ലൂരിൽ വന്ന് വണ്ടി ഇറങ്ങി
ബാംഗ്ലൂരിൽ നിന്നും ഇനി നമുക്ക് കുറച്ച് സിയാറത്തും പരിപാടികളൊക്കെ ഉണ്ട്. അതേതായാലും ഇത് കഴിഞ്ഞ് ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ തവക്കൽ മസ്താൻ്റെ വീഡിയോ കാണിച്ചു തരാം. അതൊക്കെ ഫസ്റ്റ് മുതൽ ഇങ്ങോട്ട് കാണിക്കുമ്പോഴേ നിങ്ങൾക്ക് അതിൻ്റെ റൂട്ട് മനസ്സിലാവുള്ളൂ. ഏതായാലും ഇവിടെ നിന്നും ഇനി നമുക്ക് നേരെ എന്ത് ചെയ്യണം, ഏത് സമയത്തും നമ്മുടെ നാട്ടിലേക്ക് ഏത് സമയത്ത് വണ്ടി കിട്ടില്ല ബാംഗ്ലൂരിലേക്ക്. അതിൻ്റെ ടൈം നിങ്ങൾ ഇനി ബാക്കി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമ്മളെ കമൻറ്റിൽ നമ്മളെ നമ്പർ ഉണ്ട്. ആ നമ്പറിൽ അർജൻറ്റ് ഉള്ളവർ വാട്സപ്പിൽ വരിക, ഞാനതിൻ്റെ ഫീഡ്ബാക്ക് തരുന്നുണ്ട്. ഏതായാലും ഇവിടെ നിന്നും ഞങ്ങൾ ഏകദേശം 11 മണിയായപ്പോഴേക്കും ഞങ്ങൾ ഇവിടെ ബാംഗ്ലൂർ KSR അതായത് മെജസ്റ്റിക്കിൽ നമ്മളെത്തി. ഇനി മെജസ്റ്റിക്കിൽ നമുക്കിങ്ങനെ നടന്ന് കുറേ കാണാനുള്ള വിഷയങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ കാണാം. ഏതായാലും ഇവിടെ നിന്നും 2:30 ഒരു ട്രെയിന് നാട്ടിലേക്ക് പോകുന്നുണ്ട്. പക്ഷേ അതിനെന്ത് ചെയ്യണം, ടിക്കറ്റ് നമ്മൾ കൺഫേം, നമുക്ക് ജനറൽ ടിക്കറ്റ് കിട്ടില്ല. അതിന് പിന്നെ ചെയർക്കാറാണ് ആ വണ്ടിക്കുള്ളത്. അതുകൊണ്ട് തന്നെ ടിക്കറ്റ് നമ്മൾ ഡയറക്റ്റ് എടുക്കണം. 160 രൂപേൻ്റെ ടിക്കറ്റ് നമുക്കുള്ളൂ. ഇവിടെ നിന്ന് കോയമ്പത്തൂരിലേക്കാണ് ആ ട്രെയിന് 2:30 പോണത്. അതിന് ടിക്കറ്റ് എടുക്കണമെങ്കിൽ ആധാർ കാർഡ് എപ്പോഴും നമ്മൾ കയ്യിൽ കരുതുക. അവിടുന്ന് ഒരു ഫോം വാങ്ങുക, നേരെ ചെന്നിട്ട് ആ ഫോമിൽ നമ്മൾ ആധാർ കാർഡിൻ്റെ നമ്പർ കയ്യിൽ പിടിക്കുക. അതിൽ നമ്മളെ പേരും നമ്മളെ അഡ്രസ്സും ഈ ട്രെയിന് പോകാൻ ഉദ്ദേശിക്കുന്ന ട്രെയിനിൻ്റെ നമ്പറും, ആ ട്രെയിനിൻ്റെ നമ്പർ ഞാൻ ഇവിടെ ചേർക്കുന്നുണ്ട് തൽക്കാലം, ഞാൻ വന്ന ട്രെയിനിൻ്റെ ആ നമ്പറും അതും വെച്ചിട്ട് നിങ്ങളത് എഴുതി കൊടുത്താൽ നിങ്ങൾക്ക് അപ്പം പോവാം. അതെല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, 4 മണിൻ്റെ ട്രെയിനിന് ഇവിടുന്ന് ജനറൽ ടിക്കറ്റ് എടുത്തിട്ട് ഡയറക്റ്റ് നാട്ടിലേക്ക് പോകാം. പക്ഷേ ബാംഗ്ലൂരിനൊക്കെ ടിക്കറ്റ് എടുക്കുമ്പോൾ കരുതേണ്ടത് എന്താ വെച്ചാൽ, പിന്നെ തൊട്ട് മുമ്പേ ജനറൽ ടിക്കറ്റ് കൊടുക്കുകയുള്ളൂ. ഒരു അരമണിക്കൂർ 1 മണിക്കൂർ മുമ്പേ ഒരു ജനറൽ ടിക്കറ്റ് കൊടുക്കുകയുള്ളൂ. അല്ലാതെ പിന്നെ ഒരുപാട് 2-3 മണിക്കൂർ മുമ്പേ നമ്മളവിടെ ചെന്നിക്കാച്ചാൽ ഒരു ജനറൽ ടിക്കറ്റ് തരില്ല. അപ്പോൾ നമ്മൾ ഈ വണ്ടിക്ക് കയറുമ്പം നമ്മൾ സെക്കൻഡ് ക്ലാസ്സിന്, പിന്നെ ഇത് ഡബിൾ ഡെക്കർ വണ്ടിയാണ്. അപ്പോൾ ഇതിലൊന്ന് കയറി അതിൻ്റെ യാത്രേൻ്റെ സുഖം നമുക്കറിയാമല്ലോ. അങ്ങനെ ഈ വണ്ടിയിലാണ് ഞങ്ങൾ വന്നത്. ഞങ്ങൾ വന്ന് നേരെ കോയമ്പത്തൂരിൽ ഇറങ്ങി. കോയമ്പത്തൂരിൽ നിന്നും അപ്പം തന്നെ ഞങ്ങൾക്ക് നാട്ടിലേക്കുള്ള ട്രെയിൻ കിട്ടി. പിന്നെ ആ ട്രെയിനിന് ഞങ്ങൾ നേരെ നാട്ടിലേക്ക് പോന്ന്. ഇനി ട്രെയിനിൻ്റെ ടൈമുകൾ തിരിച്ചും മറിച്ചും നിങ്ങൾക്ക് പോകാൻ ഉദ്ദേശിച്ചവർക്ക് ടൈം കറക്റ്റായിട്ട് ഞാൻ എന്ത് ചെയ്യാം, വാട്സപ്പിൽ നിങ്ങൾക്ക് ഓരോ സമയത്തും നിങ്ങൾ പോകണമെന്നത്തെ ടൈം എങ്ങനെയാണെന്ന് വെച്ചാൽ അറിയണമെങ്കിൽ പോകാൻ ഉദ്ദേശിച്ചവർക്ക് നിങ്ങൾ വാട്സപ്പിൽ വന്നാൽ നിങ്ങൾക്ക് ഞാൻ ടൈം തരണ്ട്. ഏതായാലും യാത്ര വളരെ എളുപ്പമായിരുന്നു, റാഹത്തായിരുന്നു. അങ്ങോട്ട് പോകലും ഇങ്ങോട്ട് വരലും വളരെ സിമ്പിളാണ്. ഇനി യശവന്തപുരത്തേക്ക് തന്നെ രാവിലെ നിങ്ങൾ കയറിയിട്ട് യശവന്തപുരത്തിൻ്റെ നേരെ കോഴിക്കോടിലേക്ക് ഡയറക്റ്റ് ട്രെയിൻ കിട്ടും. അങ്ങനെ വരണമെങ്കിൽ അങ്ങനെ വരാം, അതും പ്രശ്നമില്ല. അതിൻ്റെ ടൈം പിന്നെ നിങ്ങൾ വാട്സപ്പിൽ ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഓരോന്ന് കുറേ റെയിൽവേ സ്റ്റേഷനിൽ ഒരുപാട് വണ്ടി ഉള്ളത് കൊണ്ട് തന്നെ ടൈം കുറേ പറയാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഏതായാലും നമ്മളെ പാർക്കിങ്ങിൽ വന്ന് വണ്ടി എടുത്ത് നമ്മൾ നാട്ടിലേക്ക് പോയി. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം.